മെഡിസിന് കിട്ടാത്തൊരു കുട്ടി, അത് അവസാനം അതിൻ്റെ ഒരു ഓപ്ഷൻ വെറ്ററിനറി കിട്ടിയെന്ന് വെച്ചു, അതല്ലെങ്കിൽ അഗ്രികൾച്ചറിന് കിട്ടി. അതിന് പച്ചമരുന്നുകൾ ഏതാ, ഒരു ചെടി കണ്ടാൽ അത് ഒരലയാണോ മൂലയാണോ ബാതിരിയാണോ വയ്യാഴാന്റെയാണോ ഒന്നും അന്നറിയില്ല. ഈ കുട്ടികൾ സ്വപ്നത്തിൽ പോലും ഒരു മൃഗ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചല്ല. അപ്പം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത് ഇതൊന്നും കുട്ടികളുടെ ഇഷ്ടത്തിനോ താല്പര്യത്തിനോ പഠിക്കാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന തൊഴിലിനെ അത് ബാധിക്കും. ജനസേവനം ആണ്. ഇപ്പോൾ കൃഷി ഓഫീസറൊക്കെ ആയി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹവും ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഈ മൃഗപരിപാലനമൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. ഇനി ചുരുക്കി പറഞ്ഞ് ഇനി ആയുർവേദ ഡോക്ടറാകുക. അപ്പം മെഡിസിന് കിട്ടിയില്ലെങ്കിൽ പിന്നീട് അടുത്ത ഹോമിയോയോ ആയുർവേദമോ ഒക്കെ ആവും. ഈ ആയുർവേദ ഡോക്ടർ ആകുന്നൊരു കുട്ടി ഒരിക്കലും ആയുർവേദത്തെക്കുറിച്ച് ABCD അറിയില്ല. അതിന് പച്ചമരുന്നുകൾ ഏതാ, ഒരു ചെടി കണ്ടാൽ അത് ഒരലയാണോ മൂലയാണോ ബാതിരിയാണോ വയ്യാഴാന്റെയാണോ ഒന്നും അന്നറിയില്ല. പക്ഷേ ദശമൂലം അരിഷ്ടത്തെക്കുറിച്ച് ഇവർ പഠിക്കുകയും ഇവർ ചികിത്സിക്കുകയും ഇവർ എഴുതി കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം ഈ പഠനത്തിന് വരുന്ന സമയത്ത് പാഠപുസ്തകങ്ങളിൽ കണ്ടു പഠിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഏത് മേഖല എടുത്താലും ആ കസേര കുത്തിയിരിക്കുന്ന ആൾ അതിന് അർഹരല്ലെങ്കിൽ ആ തൊഴിൽ കൊണ്ട് അതിനൊരു എത്തിക്സ് വെച്ചിട്ട് ജോലി ചെയ്യാനോ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും. അപ്പം തൊഴിലില്ലായ്മ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഇതിൽ നിന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ആയിട്ടാണ് നമ്മളൊരു പുതിയ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ പോകുന്നത്.